Dear students, problems in polar form are continuing. First question, find the polar form of z equal to 3 by minus 1 plus I. സോ മുൻപ് ചെയ്ത ക്വസ്റ്റ്യനിൽ നിന്നുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ ഒരു z ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്നുള്ള ഫോമിലല്ല. സോ അതിനെ നമ്മൾ ഈ ഫോമിലേക്ക് ആക്കി മാറ്റിയിട്ട് വേണം, അതായത് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കി മാറ്റിയിട്ട് വേണം അതിൻ്റെ പോളാർ ഫോം കാണാൻ. സോ ഏതൊരു കോംപ്ലക്സ് നമ്പറും പോളാർ ഫോം കാണണമെങ്കിൽ ആദ്യം അതിനെ ഒരു റിയൽ പാർട്ട് പ്ലസ് ഐ ഇൻറ്റു ഇമാജിനറി പാർട്ട് എന്ന ഫോമിലേക്ക് അതിനെ ട്രാൻസ്ഫോം ചെയ്യണം. സോ z ഈക്വൽ ടു 3 by minus 1 plus I എന്നുള്ള നമ്പറിനെ എക്സ് പ്ലസ് ഐ വൈ എന്നുള്ള ഫോമിലേക്കാക്കി മാറ്റാൻ നമ്മൾ ചെയ്യുക, അതിൻ്റെ ഡിനോമിനേറ്ററിലെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്യാം. സോ ഇതിന് ഡിനോമിനേറ്റർ മൈനസ് 1 പ്ലസ് ഐ ആണ്, അതിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ മൈനസ് 1 മൈനസ് ഐ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. സോ 3 ഇൻറ്റു മൈനസ് 1 മൈനസ് ഐ എന്ന് പറഞ്ഞാൽ മൈനസ് 3 ഐ. താഴെ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമിലാണ്. സോ വി ഗെറ്റ് മൈനസ് 1 സ്ക്വയർ മൈനസ് ഐയുടെ സ്ക്വയർ. സോ വി ഗെറ്റ് മൈനസ് 3 ഐ ഡിവൈഡ് ബൈ മൈനസ് 1ൻ്റെ സ്ക്വയർ 1, ഐയുടെ സ്ക്വയർ മൈനസ് 1 ആണ്. സോ മൈനസ് പ്ലസ് ആവും 1 plus 1. So that's equal to minus 3i divided by 2 എന്ന് കിട്ടും. സോ അതിന് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഒക്കെ എഴുതിയാൽ മൈനസ് z ഈക്വൽ ടു മൈനസ് 3/2 മൈനസ് 3/2i എന്ന് കിട്ടും. സോ ഹിയർ x ഈക്വൽ ടു മൈനസ് 3/2 ആൻഡ് y ഈക്വൽ ടു മൈനസ് 3/2. സോ x and y are negative, both are negative. So z is in തേർഡ് ക്വാഡ്രൻറ്റ്. സെഡ് ഇൻ തേർഡ് ക്വാഡ്രൻറ്റിലാണ് സെഡ് ഉള്ളത്. സോ തേർഡ് ക്വാഡ്രൻറ്റിലാവുമ്പോൾ നമുക്ക് ആർഗ്യുമെൻറ്റ് കാണണം, ആറ് കാണണം. സോ ഫസ്റ്റ് മോഡുലസ് കണ്ടു നോക്കാം. ആർ ഈക്വൽ ടു മോഡുലസ് ഓഫ് സെഡ് ഈക്വൽ ടു റൂട്ട് ഓഫ് റിയൽ പാർട്ടിൻ്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിൻ്റെ സ്ക്വയർ. സോ ദാറ്റ്സ് ഈക്വൽ ടു 9/4 പ്ലസ് 9/4. That's equal to root of 18/4. That's equal to ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് റൂട്ട് ഓഫ് 9/2 എന്ന് കിട്ടും. റൂട്ട് 9 മീൻസ് 3/√2. So r equal to 3/√2. Then next we have to find the argument of z. Argument of z തേർഡ് ക്വാഡ്രൻറ്റിലാണ്. സോ ഇക്വേഷൻ മൈനസ് ഓഫ് പൈ മൈനസ് tan inverse mod y by x, that's equal to minus of pi minus tan inverse modulus of minus 3/2 divided by minus 3/2. So that's equal to minus of pi minus tan inverse 1 എന്ന് കിട്ടും. We know that tan inverse 1, tan ൻ്റെ വാല്യൂ 1 ആവുന്നത് 45 ഡിഗ്രിക്കാണ്, that is pi/4. Let's see, we get minus of 4 pi minus pi divided by 4. That's equal to 4 pi minus pi 3 pi minus 3 pi/4. So we get argument z and modulus r. So polar form r into cos theta plus I sin theta ആണ്. So r എന്ന് പറഞ്ഞാൽ 3/√2 ആണ്. 3/√2 into cos minus 3/4 plus I sin minus 3 pi/4. സോ ആണെങ്കിൽ കോസ് മൈനസ് തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ എന്നുള്ള റിസൾട്ട് അപ്ലൈ ചെയ്താൽ കോസ് 3 pi/4 സൈൻ മൈനസ് തീറ്റ മീൻസ് മൈനസ് സൈൻ തീറ്റ സൈൻ 3 pi/4. ഇനി 2k പൈ ആഡ് ചെയ്തിട്ട് എഴുതാം, അങ്ങനെ എഴുതാം. സോ z ഈക്വൽ ടു 3/-1 പ്ലസ് ഐയുടെ പോളാർ ഫോം 3/√2 into cos 3 pi/4 മൈനസ് ഐ സൈൻ 3 pi/4. സോ ഇതിൻ്റെ ഈ പ്രോബ്ലത്തിൻ്റെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ അതിനെ ആദ്യം നമ്മൾ ഒരു എക്സ് പ്ലസ് ഐ വൈ എന്നുള്ള ഫോമിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. സോ ഏതൊരു ക്വസ്റ്റിനും ആദ്യം എക്സ് പ്ലസ് ഐ വൈ എന്നുള്ള ഫോമിലേക്ക് മാറ്റിയ ശേഷം നമുക്ക് പോളാർ ഫോം കണ്ടുപിടിക്കാൻ കഴിയും. സോ ഇനി നെക്സ്റ്റ് നമുക്കിതുവരെ പോളാർ ഫോം കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസാണ് ചെയ്തത്. ഇനി തിരിച്ച്
പോളാർ ഫോം തന്നിട്ട് അതിനെ എക്സ് പ്ലസ് ഐ വൈ എന്നുള്ള ഫോമിലേക്ക് എഴുതാനുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ്. സോ ഫസ്റ്റ് പ്രോബ്ലം സെറ്റ് ഈക്വൽ ടു 5 ഇൻറ്റു കോസ് 7 പൈ ബൈ 6 പ്ലസ് ഐ സൈൻ 7 പൈ ബൈ 6. ഇതാണ് പോളാർ ഫോമിലാണ് തന്നിട്ടുള്ളത്. ഇനി അതിനെ നമ്മളൊരു എ പ്ലസ് ഐ ബി അല്ലെങ്കിൽ എക്സ് പ്ലസ് ഐ വൈ എന്നുള്ള ഫോമിലേക്ക് ആക്കി മാറ്റണം. സോ നമ്മളിവിടെ പോളാർ ഫോം ജനറൽ ഫോം അറിയാം, ആർ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റയാണ്. സോ നമുക്ക് ആറ് ഡയറക്റ്റായി കാണാൻ പറ്റും. ആർ ഈക്വൽ ടു 5 ആണ്, തീറ്റ ഈക്വൽ ടു 7 പൈ ബൈ 6 ആണ്. ഇനി നമുക്ക് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ട് കാണാം. അപ്പോൾ ഒന്നുമില്ല, സിമ്പിളായിട്ട് നമ്മൾ ഈ കോസ് 7 പൈ ബൈ 6ൻ്റെ വാല്യൂ കാണണം, അതേപോലെ സൈൻ 7 പൈ ബൈ 6ൻ്റെ വാല്യൂ കാണണം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അത്രേ ചെയ്യാനുള്ളൂ. അപ്പോൾ രണ്ട് മെത്തേഡുകളുണ്ട്. നമുക്ക് കോസ് 7 പൈ ബൈ 6ഉം സൈൻ 7 പൈ ബൈ 6ഉം കാണണം. ഒന്നുകിൽ എന്ത് ചെയ്യാം, കോസ് 7 പൈ ബൈ 6 നമ്മൾ ഡയറക്റ്റായിട്ട് കാൽക്കുലേറ്റർ കാണാം. അതായത് ആദ്യം ഈ 7 പൈ ബൈ 6ൻ്റെ വാല്യൂ കാണണം. 7 പൈ ബൈ 6 എന്ന് പറഞ്ഞാൽ പൈ എന്ന് പറഞ്ഞാൽ 180 ആണ്. 7 ഇൻറ്റു 180 ബൈ 6. സോ നമുക്ക് 7 ഇൻറ്റു 180 ബൈ 6 എന്ന് പറഞ്ഞാൽ നമുക്ക് 30 കിട്ടും. 7 ഇൻറ്റു 30 ദാറ്റ്സ് ഈക്വൽ ടു 210. ഇത്രയും ഡിഗ്രിയാണ് കിട്ടുക. സോ 7 പൈ ബൈ കോസ് 7 പൈ ബൈ 6 എന്ന് പറഞ്ഞാൽ കോസ് 210 ഡിഗ്രി, ദാറ്റ് ഈസ് കോസ് 210 നമുക്ക് കാണേണ്ടത്. കോസ് 210 കാണാൻ ഡയറക്റ്റായിട്ട് നമുക്ക് കാൽക്കുലേറ്ററിൽ എൻ്റർ ചെയ്താൽ മതി. പക്ഷേ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം 210 ഡിഗ്രി തന്നെ കാണണം. അതായത് കാൽക്കുലേറ്ററിൻ്റെ മോഡ് ഡിഗ്രിയിലാവണം. റേഡിയനിൽ ആണെങ്കിൽ കോസ് 210 നമ്മൾ എൻ്റർ ചെയ്താൽ നമുക്ക് വേറെ വാല്യൂ ആണ് കിട്ടുക. സോ കോസ് 210 ഡിഗ്രി അടിച്ചാൽ നമുക്ക് വാല്യൂ കിട്ടും. അപ്പോൾ പക്ഷേ വാല്യൂ ഒരു പോയിൻ്റ് അങ്ങനെ ആയിരിക്കും. നമുക്ക് 1/2 1/3, അപ്പോൾ 1/2 ആണെങ്കിൽ 0.5 എന്നാണ് കാൽക്കുലേറ്ററിൽ കിട്ടുക. സോ കോസ് 210 കാൽക്കുലേറ്ററിൽ അടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് വാല്യൂ കിട്ടും. ആ വാല്യൂ നമുക്ക് കോസ് 210 ഡയറക്റ്റായിട്ട് എങ്ങനെ കാണാം, കാൽക്കുലേറ്റർ ഇല്ലാതെ എങ്ങനെ കാണാമെന്ന് നോക്കാം. കോസ് 210നെ നമുക്ക് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമുക്കറിയാവുന്ന ഒരു 90യുടെ മൾട്ടിപ്പിളിൻ്റെ ഫോമിൽ എഴുതാം. അതായത് 90 പ്ലസ് 180 പ്ലസ് 90യുടെ മൾട്ടിപ്പിൾ പറയുമ്പോൾ 90, 180, 270, 360 അങ്ങനെ പറഞ്ഞിട്ടാണ് പോവുക. സോ കോസ് 210നെ നമുക്ക് കോസ് 180 പ്ലസ് 30 എന്ന് എഴുതാം, അല്ലെങ്കിൽ 270 മൈനസ് 60 എന്നും എഴുതാം. പക്ഷേ നമ്മൾ അധികം പ്ലസ് ഉള്ളത് കൺസിഡർ ചെയ്താൽ നമുക്കൊരു യൂണിഫോമിറ്റിയിൽ പോയാൽ എളുപ്പമായിരിക്കും. അപ്പോൾ കോസ് 180 പ്ലസ് 30 എന്ന് എഴുതാം. ഇനി ഈ 180നെ നമുക്ക് 90യുടെ മൾട്ടിപ്പിളായിട്ട് എഴുതാൻ പറ്റുമോ നോക്കാം. 180നെ നമുക്ക് 2 ഇൻറ്റു 90 എന്ന് എഴുതാം പ്ലസ് 30. ഇനി ഇവിടെ 90നെ ഒരു ഈവൻ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് നമുക്ക് 180 കിട്ടിയത്. സോ അതായത് 180 എന്ന് പറയുന്നത് 90യുടെ ഈവൻ മൾട്ടിപ്പിളാണ്. അപ്പോൾ 90യുടെ ഈവൻ മൾട്ടിപ്പിൾ ആണെങ്കിൽ കോസിനെ നമ്മൾ കോസ് തന്നെ എഴുതും. ഇനി അഥവാ ഇവിടെ ഓടായിരുന്നെങ്കിൽ, അതായത് 1 ഇൻറ്റു 90 അല്ലെങ്കിൽ 3 ഇൻറ്റു 90 ഒക്കെ ആയിരുന്നെങ്കിൽ കോസ് സൈനായിട്ട് മാറും. അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഈവൻ മൾട്ടിപ്പിളാണ്, അപ്പോൾ കോസ് കോസ് എന്നായി മാറും, കോസ് 30 എന്നായി മാറും. അതായത് കോസിൻ്റെ ഈവൻ മൾട്ടിപ്പിൾ ആണെങ്കിൽ ആ 2 ഇൻറ്റു 90നെ കോസ് തന്നെ, കോസ് ആ ആംഗിളിനായി മാറും. ഇനി ഓഡ് മൾട്ടിപ്പിൾ ആണെങ്കിൽ അത് സൈനായിട്ട് മാറും. ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ 180 പ്ലസ് 30 ആണ്. ഈ 180 എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് 180, അതായത് പൈ 180 ഡിഗ്രി. 180 പ്ലസ് എന്ന് പറഞ്ഞാൽ അത് ഇങ്ങോട്ട് കടന്നു, അതായത് തേർഡ് ക്വാഡ്രൻറ്റിലാണ്. ഈ തേർഡ് ക്വാഡ്രൻറ്റിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ കോസ് തീറ്റയാണ്, കോസാണ് നമ്മൾ കാണുന്നത്. കോസിൻ്റെ സൈൻ എന്താ നോക്കുക. തേർഡ് ക്വാഡ്രൻറ്റിൽ ടാനും കോട്ടും മാത്രമാണ് പോസിറ്റീവ്, ബാക്കിയെല്ലാം നെഗറ്റീവാണ്. അപ്പോൾ നമ്മളതിന് നെഗറ്റീവ് സൈനും കൂടെ കൊടുക്കുക. ഇത് നിങ്ങൾ +2 ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ മൈനസ് കോസ് 30 എന്നാണ് കിട്ടിയത്. കോസ് 30യുടെ വാല്യൂ നമുക്കറിയാം √3/2 ആണ്, പിന്നെ ഒരു മൈനസും. അപ്പോൾ മൈനസ് √3/2 എന്ന് കിട്ടും. ഇത് നിങ്ങൾ കാൽക്കുലേറ്റർ അടിച്ചാൽ, അതായത് ഇങ്ങനെയൊന്നും കാണാതെ കോസ് 210 ഡിഗ്രി എന്ന് കാൽക്കുലേറ്ററിൽ അടിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ -0.8660 എക്സെട്ര കുറച്ച് നമ്പേഴ്സ് ഉണ്ടാവും, അതായിരിക്കും കിട്ടുക. അപ്പോൾ ഒന്ന് അടിച്ചു നോക്കുക. അപ്പോൾ ഈ വാല്യൂ കിട്ടും. റേഡിയൻ അടിക്കരുത്, ഡിഗ്രി തന്നെ അടിക്കണം. ഇനി നിങ്ങൾ -√3/2ൻ്റെ വാല്യൂ കാൽക്കുലേറ്റർ ഒന്ന് അടിച്ചു നോക്കുക. √3 കാണുക, അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതേ വാല്യൂ ആണ് കിട്ടുക, -0.8660.
8660. സോ എങ്ങനെ വേണമെങ്കിലും കാണാം. ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് -√3/2 അങ്ങനെ ഒരു ഫ്രാക്ഷനായിട്ട് കിട്ടും. കാൽക്കുലേറ്റർ അടിക്കുമ്പോൾ ഒരു ഡെസിമൽ നമ്പറായിട്ട് കിട്ടും. അത്രയേ ഉള്ളൂ. എന്തായാലും കുഴപ്പമില്ല. ഇനി ഇതേപോലെ സൈൻ ഒന്ന് കണ്ടു നോക്കാം. സൈൻ 7π/6 എന്ന് പറഞ്ഞാൽ സൈനിനെ ഇതേപോലെ തന്നെ എഴുതാം. 180 + 30. അപ്പോൾ 180നെ 2 × 90 + 30. സോ 2 × 90 ഈവൻ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് സൈൻ തന്നെ എഴുതാം. സൈൻ 30 തേർഡ് ക്വാഡ്രൻറ്റിലാണ്. സോ നെഗറ്റീവ് വരും. -1/2. കാൽക്കുലേറ്ററിൽ അടിച്ചാൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഡയറക്റ്റ് സൈൻ 210 ഡിഗ്രി എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് കിട്ടുക -0.5 എന്ന് കിട്ടും. സോ അപ്പോൾ നമുക്ക് സൈനിൻ്റെയും കോസിൻ്റെയും വാല്യൂ കിട്ടി. അതുകൊണ്ട് z = 5 × cos 7π/6 എന്ന് പറഞ്ഞാൽ -√3/2 പ്ലസ് I sin 7π/6 എന്ന് പറഞ്ഞാൽ -1/2. ഇനി ആ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം -5√3/2 -5/2i. സോ ഇതാണ് സെഡിൻ്റെ a+ib എന്നുള്ള ഫോം വരുന്നത്. നെക്സ്റ്റ് പ്രോബ്ലം z = 8√2 × cos 11π/4 plus I sin 11π/4. സോ ഹിയർ r = 8√2 ആണ്. അതേപോലെ തീറ്റ = 11π/4 ആണ്. എന്ന് പറഞ്ഞാൽ 11 × π/4 എന്ന് പറഞ്ഞാൽ 45. ദാറ്റ്സ് = 495. ഇത്രയും ഡിഗ്രിയാണ് കിട്ടുക. 11π/4 എന്ന് പറഞ്ഞാൽ റേഡിയനിലുള്ള വാല്യൂ ആണ്. അതിൻ്റെ ഡിഗ്രിയിലുള്ള വാല്യൂ 495 ഡിഗ്രിയാണ്. ഇനി നമുക്ക് കോസ് 11π/4ഉം അതേപോലെ സൈൻ 11π/4ഉം കാണണം. അതായത് കോസ് 495 ഡിഗ്രി. നേരത്തെ പോലെ കാൽക്കുലേറ്ററിൽ 495 ഡിഗ്രി ഡയറക്റ്റായിട്ട് അടിച്ചു നോക്കാം. അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം? കോസ് 495നെ നമുക്ക് ഒരു 90യുടെ ഒരു മൾട്ടിപ്പിളിനോട് അടുത്തായിട്ട് ഒരു പ്ലസ് ആയിട്ട് എഴുതാം. അപ്പോൾ 495ന് തൊട്ട് മുന്നുള്ള 90യുടെ മൾട്ടിപ്പിൾ ഏതാ നോക്കിയാൽ മതി. അപ്പോൾ 90നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 450 എന്ന് കിട്ടും പ്ലസ് 45 ഡിഗ്രി. സോ കോസ് 45നെ നമുക്ക് 5 × 90 എന്ന് എഴുതാം പ്ലസ് 45. ഇനി ഇവിടെ നോക്കൂ, 90നെ ഒരു ഓഡ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് നമുക്ക് 450 കിട്ടിയത്. അപ്പോൾ നേരത്തെ ഈവൻ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടിയത് കഴിഞ്ഞ പ്രോബ്ലത്തിൽ. ഇവിടെ 5 × 90 ആണ്. അപ്പോൾ 5 ഓഡ് നമ്പറാണ്. അപ്പോൾ ഓഡ് നമ്പർ ആകുമ്പോൾ ഈ കോസ് എന്താവും? സൈൻ ആവും. ഈവൻ നമ്പർ ആകുമ്പോൾ കോസ് തന്നെ, സൈന് തന്നെ, മാറ്റമൊന്നുമില്ല. ഓഡ് നമ്പർ ആകുമ്പോൾ കോസ് സൈൻ ആവും, സൈന് കോസും ആവും. അതേപോലെ ടാന് കോട്ടാവും, കോട്ട് ടാനാവും. പക്ഷേ നമുക്ക് കോസും സൈനും മാത്രമേ നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമ്മൾ അധികം യൂസ് ചെയ്യാറുള്ളൂ. സോ അത് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഓഡ് മൾട്ടിപ്പിൾ ആകുമ്പോൾ ഈവൻ മൾട്ടിപ്പിൾ ആകുമ്പോൾ വ്യത്യാസമൊന്നുമില്ല. ഓഡ് മൾട്ടിപ്പിൾ ആകുമ്പോൾ കോസ് എന്നുള്ളത് സൈനായിട്ട് മാറും. ഇനി സൈൻ ആണെങ്കിൽ കോസ് ആയിട്ട് മാറും. അപ്പോൾ സൈൻ 45. ഇനി നമ്മൾ അതിൻ്റെ സൈന് നോക്കണം. അതായത് പോസിറ്റീവാണോ നെഗറ്റീവാണോ നോക്കണം. അപ്പോൾ സൈൻ നോക്കുമ്പോൾ 450 ആണ്. അതായത് 450 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത് 90, 180, 270, ഇത് 360 പ്ലസ് 90 എന്ന് പറഞ്ഞാൽ 450. അപ്പോൾ 450 വീണ്ടും ഇവിടെ തന്നെ വരും. 90യുടെ അവിടെ തന്നെ വരും. അങ്ങനെ സൈക്കിളായിട്ട് വരുമ്പോൾ അപ്പോൾ 450 പ്ലസ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പോന്നിട്ട് ഈ ക്വാഡ്രൻറ്റിൽ കടന്നു. അതായത് സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ എത്തി. ഇനി സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈനും കൊസീക്കുമാണ് പോസിറ്റീവ്. അപ്പോൾ നമുക്കിപ്പോൾ ലാസ്റ്റ് കിട്ടിയത് സൈൻ 45 ആണ്. പക്ഷേ ഇങ്ങനെ സൈൻ നോക്കുമ്പോൾ ഏതാണോ നമുക്ക് തന്ന ക്വസ്റ്റ്യനിലെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ അതിൻ്റെ സൈനാണ് നോക്കേണ്ടത്. അതായത് ക്വസ്റ്റ്യനിൽ നമുക്ക് കാണാനുള്ളത് കോസാണ്. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ് കിടക്കുന്നതെന്ന് പറഞ്ഞു. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ കോസിൻ്റെ പോസിറ്റീവാണോ നെഗറ്റീവാണോ നോക്കേണ്ടത്. അല്ലാതെ ഈ ലാസ്റ്റ് കിട്ടിയ സൈനല്ല. ഏതാണോ നമുക്ക് ക്വസ്റ്റ്യനിൽ കാണാൻ പറഞ്ഞത് ആ ആംഗിൾ പോസിറ്റീവാണോ നെഗറ്റീവാണോ നോക്കേണ്ടത്. അതായത് സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ കോസ് എന്ന് പറയുന്നത് നെഗറ്റീവാണ്. സോ നെഗറ്റീവ് സൈൻ 45. സോ നെഗറ്റീവ് 1/√2. സൈൻ 45ൻ്റെ വാല്യൂ 1/√2 ആണ്. ഇനി ഇതേപോലെ നമുക്ക് സൈൻ 11π/4 കാണണം. ദാറ്റ് ഈസ് സൈൻ 495.
that's equal to sine 450 plus 45, that's equal to sine 5 into 90 plus 45, that's equal to sine 5 into 90 ഓഡ് മൾട്ടിപ്പിൾ ആണ്. സോ സൈൻ എന്തായി മാറും? കോസ് 45 ആയി മാറും. ഇനി സൈൻ നോക്കാൻ, അതായത് സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ് 450 പ്ലസ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈനിൻ്റെ സിമ്പലാണ് നോക്കേണ്ടത്, കോസിൻ്റെ അല്ല. ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഏതാണ് നമ്മൾ കാണുന്നത് അത്. അപ്പോൾ സൈന് പോസിറ്റീവാണ്. സോ പ്ലസ് കോസ് 45 ദാറ്റ്സ് ഈക്വൽ ടു പ്ലസ് 1/√2. സോ രണ്ട് വാല്യൂം കിട്ടി. സോ സെഡ് ഈക്വൽ ടു ആർ എന്ന് പറഞ്ഞാൽ 8√2 ആണ്. കോസിൻ്റെ വാല്യൂ -1/√2, അതുപോലെ പ്ലസ് സൈനിൻ്റെ വാല്യൂ 1/√2. ഇനി മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ √2 ക്യാൻസലായി പോകും, -8. ഈ റൂട്ടും ക്യാൻസലായി പോകും, ഈ √2 ക്യാൻസലായി പോകും. -8 പ്ലസ് 8i എന്ന് കിട്ടും. സോ ഇതുപോലെ ഇനി കാൽക്കുലേറ്റർ അടിച്ചാൽ നമുക്ക് പോയിൻ്റുള്ള വാല്യൂ ആണ് കിട്ടുകയെന്ന് മാത്രം. അത്രയേ ഉള്ളൂ ഡിഫറൻസ്. ഇനി നെക്സ്റ്റ് വി ഹാവ് അനദർ പ്രോബ്ലം. സെഡ് ഈക്വൽ ടു, തേർഡ് പ്രോബ്ലം, സെഡ് ഈക്വൽ ടു 6 into cos π/8 പ്ലസ് i sin π/8. സോ ഇവിടെ r എന്ന് പറയുന്നത് 6 ആണ്, തീറ്റ എന്ന് പറയുന്നത് π/8 ആണ്. π/8നെ 180/8, 180നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 22.5 ഡിഗ്രി എന്ന് കിട്ടും. സോ ഇവിടെ നമ്മൾ കോസ് π/8 കാണണം, അതേപോലെ സൈൻ π/8 കാണണം. കോസ് π/8 എന്ന് പറഞ്ഞാൽ കോസ് 22.5. ഇവിടെ നമുക്ക് നേരത്തെ ചെയ്തതുപോലെ 180 പ്ലസ് അല്ലെങ്കിൽ 90യുടെ മൾട്ടിപ്പിൾ അങ്ങനെ എഴുതാൻ പറ്റില്ല. കാരണം നമുക്കറിയാവുന്ന ചില ആംഗിൾസ് ഉണ്ട്, 30, 60, 45, 90. അതൊക്കെ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ 450 പ്ലസ് എന്നൊക്കെ എഴുതിയത്. ഇവിടെ 22.5നെ നമുക്ക് ടേബിളിൽ കൃത്യമായിട്ട് അറിയാത്ത വാല്യൂ ആണ്. സോ ഇത് ഡയറക്റ്റായിട്ട് നമുക്ക് കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കാനേ പറ്റൂ. അപ്പോൾ കോസ് 22.5 ഡിഗ്രി കാൽക്കുലേറ്ററിൽ അടിച്ചാൽ 0.9239 എന്ന് കിട്ടും. പിന്നെ ഒരുപാട് നമ്പർ ഉണ്ടാവും, പക്ഷേ നമ്മൾ കുറച്ച് നമ്പർ, ഒരു മിനിമം 2 എടുക്കാൻ പറ്റുന്ന വിധത്തിൽ, അതായത് 0.92 ആയാലും കുഴപ്പമില്ല, ഒരു 2 or 3 ഡെസിമലായിട്ട് റൗണ്ട് ചെയ്യാം. അതുപോലെ സൈൻ π/8 സൈൻ 22.5 ഡിഗ്രിയിൽ തന്നെ അടിക്കണം. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്, കാൽക്കുലേറ്ററിൽ മോഡ് ഡിഗ്രി മോഡിൽ തന്നെ ആവണം. റേഡിയൻ ആകുമ്പോൾ വാല്യൂ വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ്. നമ്മുടെ ആൻസർ തെറ്റിപ്പോകും, 0.3827 എന്ന് കിട്ടും. സോ സൈനും കോസും കിട്ടി. സെഡ് ഈക്വൽ ടു ആർ എന്ന് പറഞ്ഞാൽ 6 ആണ്, 0.9239 പ്ലസ് i ഇൻറ്റു 0.3827. ഇവിടെ ഒരുപാട് നമ്പർ ഡെസിമൽ ഉള്ളതുകൊണ്ട് ഒരു ബ്രാക്കറ്റ് ഇടുന്നത് നല്ലതാണ്. സോ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5.5434 എന്ന് കിട്ടും, പ്ലസ് i ഇൻറ്റു 2.2961. ഇതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ കാൽക്കുലേറ്ററിൽ. ഞാൻ ചെയ്ത് നോക്കിയിട്ട് ഡയറക്റ്റായിട്ട് എഴുതുകയാണ്. നമ്മൾ ഇങ്ങനെ ബോർഡിൽ ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾ ഡയറക്റ്റായിട്ട് എഴുതി പോയത്, ഒന്ന് കാൽക്കുലേറ്റർ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കൊരു ചെയ്തൊരു പരിചയം ഉണ്ടാവും. 5.5434 പ്ലസ് i ഇൻറ്റു 2.2961 എന്ന് കിട്ടും. സോ ഇത്രയാണ് നമ്മൾ പോളാർ ഫോമിലെ പ്രോബ്ലംസ്. അതായത് 2 രീതിയിലുള്ള പ്രോബ്ലംസ് ചെയ്തു. ഒന്ന് ഫൈൻഡ് പോളാർ ഫോം, ഒരു നമ്പർ തന്നിട്ട് അതിൻ്റെ പോളാർ ഫോം കാണാം. മറ്റേത് തിരിച്ച്, ഒരു കോംപ്ലക്സ് നമ്പർ ഒരു പോളാർ ഫോം തരും, ദെൻ കോംപ്ലക്സ് നമ്പർ കാണാം. ഫൈൻഡ് ദ നമ്പർ ഇൻ ദ ഫോം z ഈക്വൽ ടു a പ്ലസ് ib എന്നുള്ള ഫോമിൽ കാണാം. അതിൽ തന്നെ 2 രീതിയിലുള്ള പ്രോബ്ലംസ് ചെയ്തു. ഡയറക്റ്റായിട്ട് നമുക്ക് ആംഗിൾ അറിയാവുന്നതും ആംഗിൾ അറിയാത്തതുമായിട്ടുള്ള, കാൽക്കുലേറ്ററിൽ അടിച്ചിട്ട് വാല്യൂ കിട്ടുന്നതുമായിട്ടുള്ള പ്രോബ്ലംസ്. സോ ഇനി ഇതിൻ്റെ കൂടുതൽ പ്രോപ്പർട്ടീസ് കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. താങ്ക് യു.